കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെട്ടെ. May God's holy name be glorified. ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ തലകളെ വണക്കാം. സ്വർഗത്തിന് ഭൂമിക്ക് നാഥനായ ദൈവമേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. അല്പസമയം ഞങ്ങൾ ഒരുമിച്ചായിരിക്കുന്ന അനുഗ്രഹത്തിൻ്റെ ആക്കണമേ. ഉയർപ്പിൻ ഞായറാഴ്ച അങ്ങ് ഉയർത്തുവാൻ തക്കണം ഞങ്ങളോട് കാണിച്ച കരുണയ്ക്കായി സ്തോത്രം. സഭയുടെ ചുമതല വഹിക്കുന്ന ഞങ്ങളുടെ ശ്രേഷ്ഠപ്രത്തിനെ കുടുംബമായിട്ട് ഓർത്ത് അങ്ങേ സ്തുതിക്കുന്നു. കൂട്ടു ശിഷ്യന്മാർ കടന്നുന്ന എല്ലാ ദൈവമക്കളെ അടിയനോടൊപ്പമായിരിക്കും ഞങ്ങളുടെ ദാസി എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. ദയ ചെയ്താട്ടെ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ സ്തോത്രം. ഒരു ചെറിയ പാട്ടിലെ വരിപ്പാടി ശേഷം വചനത്തിലേക്ക് കടക്കട്ടെ. ഒരു ഇംഗ്ലീഷ് ഗാനം പാടുന്നു. പ്രൈസ് ദി ലോർഡ്. വളരെ കുറച്ച് ഇംഗ്ലീഷ് പാട്ട് എനിക്കറിയത്തുള്ളൂ. അറിയാവുന്ന ഒരു പാട്ട് പാടുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എന്നോട് ചേർന്ന കരങ്ങളടിച്ച് ദൈവത്തെ സ്തുതിക്കുക. What shall I do, dear Lord? What shall I say? ഒന്ന് കരമടിച്ചേ. Harvest is ripe throughout the world, labours are few. I must do the works of Jesus while it is day. What shall I do, dear Lord? Let me to know thy way. I must do the works of Jesus while it is day. What shall I do, dear Lord? Let me to know thy way. Praise the Lord. Praise the Lord. എനിക്ക് ഈ പല ഭാഷയിൽ കുറച്ച് പാട്ട് തരത്തുള്ളൂ. അതിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ പലർക്കും അത് അറിയത്തില്ല. Pastor Uncle knows, many songs in different languages, but the problem is, many of people don't know any of those songs. പറഞ്ഞ ശരിയാണെങ്കിലും ദൈവത്തെ ഒന്ന് സ്തുതിച്ചോ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ദൈവത്തിൻ്റെ വിശ്വസ്തയോർ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. Praise God for his faithfulness. ഈ തരുണത്തിലെ പ്രത്യാൽ നിങ്ങളുടെ മധ്യത്തിൽ സൃഷ്ടിക്കായിട്ട് ഇങ്ങനെ ഒരു ക്രമീകരണം ഒരുക്കി തക്കവണ്ണം സ്വർഗത്തിലെ ദൈവത്തിന് പ്രസാദം തോന്നി. എല്ലാത്തിനും ഒരു ബോർഡ് ഉണ്ടെങ്കിലും ഒരു ചോക്കും കൂടി ആവശ്യമാണല്ലോ. അതിന് നിദാനമായിട്ട് നിങ്ങളുടെ ദൈവം ഉപകരിച്ചത് സ്റ്റാറ്റൻ ഐലൻഡ് ന്യൂയോർക്കുള്ളതായ അച്ചുകുഞ്ഞു സഹോദരനെ പ്രസോ അദ്ദേഹത്തെയും കുടുംബമായിട്ട് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മകളെ ലിയ മോളെ ഫാമിലിയായിട്ട് ഇവിടെ ഉണ്ട്. ഈ തരണത്തിൽ ഇപ്പോൾ ഇവിടെ ഇല്ലെങ്കിലും പ്രസോ ഈ സഭയിൽ ആ പ്രിയപ്പെട്ടവരെയും സാന്നിധ്യം ഉള്ളതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ചർച്ചിൽ നിങ്ങളുടെ മധ്യത്തിൽ സൃഷ്ടിക്കുന്ന പാസ്റ്റർ സന്തോഷ് തര്യൻ പാസ്റ്ററെ കുടുംബമായിട്ട് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അദ്ദേഹത്തിന് തുണയായി കൊടുത്ത പ്രിയപ്പെട്ടവർ എന്നോടൊപ്പം ആയിരിക്കുന്നതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രസോ ദൈവദാസ ഇന്ന് പകൽ സമയം ദൈവം ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ചർച്ചയിലായിരിക്കുന്ന എബിമാം പാസ്റ്റർ അവരുടെയും കുടുംബമായിട്ട് അവരുടെയും വന്ദനം നിങ്ങളെ അറിയിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങൾ പ്രത്യേക പ്രിയ വേണു പാസ്റ്റർ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങൾ സർവീസിന് നേതൃത്വം കൊടുത്തതായ പ്രിയ കായംകുളത്ത് ഉള്ളതായ പ്രിയപ്പെട്ട സാബു ഫിലിപ്പ് ബ്രിസോ അദ്ദേഹത്തെ കുടുംബമായിട്ട് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ റോണി ലീഡിങ് കൊടുത്ത ബ്രദർ റോണിസോൻ്റെ കുടുംബമായിട്ട് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അതുകൂടാതെ പ്രത്യേകാല ജോയ് മാത്യു ഫാമിലി, ജോസ് ബ്രദർ കുടുംബം, പ്രിയ റോണിസോനും കുടുംബം, ഇവിടെ മലയാളം സർവീസ് നടത്തിയ എല്ലാ പ്രിയപ്പെട്ടവരെ, ഇംഗ്ലീഷ് സർവീസ് വർഷിപ്പ് നടത്തിയ പ്രിയപ്പെട്ടവരെ, നിങ്ങളെല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. സകലമാന വ്യക്തികൾക്കും നിങ്ങളുടെ പേര് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും നമ്മുടെ എല്ലാവരെയും നാമധേയം അറിയുന്ന ഒരു നല്ല രക്ഷകൻ നമ്മുടെ മധ്യത്തിലുള്ളത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വിശാൽ ഇന്നത്തെ തെലുങ്ക് സർവീസ് എനിക്ക് വളരെ ഇൻട്രസ്റ്റ് ആയിത്തീർന്നു. അതിൻ്റെ 20ാമത്തെ സംഘത്തിൽ നമുക്ക് ശ്രീപ്പാൻ ഇവിടെയായിത്തീർന്നല്ലോ. ആ സംഘത്തിൽ സംസാരിക്കുന്നതിന് ഞാൻ സന്തോഷമുള്ളവനാണ്. പ്രൈസ് ദി ലോർഡ്. നോക്കാം. അതുകൂടാതെ പ്രത്യേകാല യോനാഥാൻ്റെയും ദാവീദിൻ്റെ ഹൃദയം പറ്റിച്ചേർന്ന പോലെ ഇന്ന് പകൽ സമയം ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മുടെ ഹൃദയം പറ്റിച്ചേർന്നെങ്കിൽ അതെല്ലാം ഒരു ബ്ലെസ്സിങ്ങിനിടയായിത്തീരുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ കരങ്ങളടിച്ച് ദൈവത്തെ സ്തുതിക്കാം. Praise the Lord. Hallelujah. 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 Praise the Lord. Pastor Uncle brought greetings to everyone, and Pastor Uncle is here because of Leah's dad and family, and he greeted them specially and everyone's name. Even if Pastor Uncle doesn't know, he greets you all, and he's so happy, especially that he was able to be part of the Telugu service this morning. Praise the Lord. എനിക്ക് 35 മിനിറ്റാണ് ഉള്ളത്. Praise the Lord. അതിനകത്ത് ഇപ്പം ഞാൻ സമയം 11 ആയി. Praise the Lord. നോക്കാം. ഇവിടുത്തെ ലിസ്റ്റിൽ സമയത്തെ അതനുസരിച്ച് അതാണ് ഞാൻ
ഒന്ന് ഓർപ്പിച്ചേ പ്രൈസറോ. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ പ്രൈസറോ. അവൾ ഒരു 11-15 വരെ എൻ്റെ, എന്നാൽ ഇതനുസരിച്ച് ഒരു അല്പം കൂടി മുന്നോട്ട് നീങ്ങേണ്ടി വരും പ്രൈസറോ. എങ്കിലും കരമറി ദൈവത്തെ ശ്രദ്ധിക്കാം പ്രൈസറോ. അല്പസമയത്തെ ചെറിയ ധ്യാനത്തിനായി സങ്കീർത്തനം 29 പ്രാരംഭ വാക്യം വായിക്കുന്നു. Psalms 29, the first verse. അവിടെ ഇങ്ങനെ ദൈവപുത്രന്മാരെ യഹോവയ്ക്ക് കൊടുപ്പീൻ, യഹോവയ്ക്ക് മഹത്വവും ശക്തിയും കൊടുപ്പീൻ. So give unto the Lord, all you mighty, give unto the Lord glory and strength. ഇന്ന് പകൽസമയം നമ്മൾ ഒരുമിച്ച് ദൈവത്തിന് മഹത്വവും ശക്തിയും കൊടുക്കുവാൻ തക്കണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൊതിക്കുന്നു. Let God is desiring us to give him might and strength this morning together. ദൈവത്തിന് മഹത്വവും ശക്തിയും കൊടുക്കുമ്പോൾ 4 പ്രധാന കാര്യങ്ങൾ ദൈവം നമുക്ക് പ്രദാനം ചെയ്യുന്നു. 4 things God gives us when we give him glory and praise. സങ്കീർത്തനം 29:11 വായിക്കുന്ന യഹോവ തന്റെ ജനത്തിന് ശക്തി നൽകും, അവൻ തന്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കും. And we read in verse 11 that the Lord will give strength to his people, the Lord will bless his people with peace. നമ്മൾ ദൈവത്തിന് കൊടുത്തത് മഹത്വവും ശക്തിയുമാണ്. And we gave God strength and might. ദൈവം ഇവിടെ നമുക്കൊരു നിലക്കൂടി പറഞ്ഞാൽ ദൈവം നമുക്ക് സമാധാനം നൽകി, അനുഗ്രഹം നൽകി, പ്രൈസറോൺ ശക്തി തന്നു. And the Lord gives us back strength and peace. സങ്കീർത്തനം 68:34-35 വാക്യത്തിൽ വായിക്കുന്നു. Psalm 68 verses 34 and 35 read. ദൈവത്തിന് ശക്തി കൊടുപ്പീൻ, And give Lord strength. അവന്റെ മഹിമ ഇസ്രായേലിൽ, അവന്റെ ബലം മേഘങ്ങളിൽ വിളങ്ങുന്നു. His excellency is over Israel and his strength is in the clouds. ദൈവമേ, നിന്റെ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് ഈ ഭയങ്കരനായി വിളങ്ങുന്നു. ഇസ്രായേലിന്റെ ദൈവം തന്റെ ജനത്തിന് ശക്തിയും ബലവും കൊടുക്കുന്നു. ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ. And the Lord gives might and strength to his people, and the Lord's name be glorified in the next verse. ഇന്ന് പകൽസമയം നമ്മൾ ദൈവത്തിന് കൊടുത്ത മഹത്വവും ശക്തിയുമാണ്. And this morning that we gave God strength and might. ദൈവം നമുക്ക് ശക്തി തന്നു, ബലം തന്നു, സമാധാനം തന്നു, അനുഗ്രഹം തന്നു. And the Lord gave us strength and peace and might and strength. ഇവിടെ ഇരിക്കുന്ന സകലമാന വ്യക്തികളും എന്നോട് ചേർന്ന് ദൈവത്തിന് മഹത്വവും ശക്തി കൊടുക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം ഈ 4 വിധമാകുന്ന അനുഗ്രഹങ്ങൾ തന്ന് നമ്മെ ഇവിടെ നിന്ന് മടക്കി അയക്കത്തക്കണം. സ്വർഗത്തിലെ ദൈവം ഇവിടെ വരുത്തുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ. Hallelujah. When we give God might and strength, the Lord will give us peace and strength and all these fourfold blessings in our lives. എങ്ങനെയാണ് ദൈവത്തിന് മഹത്വം കൊടുക്കുന്നത്? How do we give God might? സങ്കീർത്തനം 69:30 നമ്മൾ വായിക്കുന്നു. Psalm 69 verse 30 we read. ഞാൻ പാട്ടോടെ ദൈവത്തിന്റെ നാമത്തെ സ്തുതിക്കും, സ്തോത്രത്തോടെ അവനെ മഹത്വപ്പെടുത്തും. I will praise the name of God with song and magnify him with thanksgiving. ഇവിടെ ഇരുന്ന ദൈവമക്കൾ സ്തോത്രത്തിനകത്ത് കവിഞ്ഞിരിക്കുമ്പോൾ ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ടിരിപ്പാൻ തക്കണം ദൈവാത്മാവ് ഇടവരുത്തുകയാണ്. And when we give when we overjoy with the praises, God will give us strength. സങ്കീർത്തനം 50:23 വായിക്കുന്നു. Psalms 50 verse 23 we read. സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നതിന് എന്നെ മഹത്വപ്പെടുത്തുന്നു, തന്റെ നടപ്പിനെ ക്രമപ്പെടുത്തുന്നു, ഞാൻ ദൈവത്തിന്റെ രക്ഷയെ കാണിക്കും. Who offers praises glorifies me, and to him that orders his conversation all right, I will show them the salvation of God. ഇന്ന് പകൽസമയം സകലമാന വ്യക്തികൾ സ്തോത്രത്തിനകത്തൊന്ന് കവിഞ്ഞിരിക്കുന്നുവെങ്കിൽ നാം ദൈവത്തിന് മഹത്വം കൊടുക്കുകയാണ്. Hallelujah. This morning would you all just fill our mouths and hearts with the praises for our God. സങ്കീർത്തനം 50:14 വായിക്കുന്നു. Psalms 50 verses 14 we read. സ്തോത്രത്തോടെ നാം ദൈവത്തിന് സ്തോത്രത്തോടെ ദൈവത്തിന് മഹത്വം കൊടുക്കുക, ദൈവത്തിന് സ്തോത്രയാഗം അർപ്പിക്കുക, അത്യുന്നതന് നേർച്ചകളെ കഴിക്കുക. Offer to God a sacrifice of thanksgiving and pay your vows to the Most High. അപ്പോൾ ഇതൊരു യാഗമാണ്. പഴയ നിയമകാലത്തെ മൃഗങ്ങളെ യാഗം അർപ്പിച്ചു, എന്നാൽ പുതിയ നിയമ വിശ്വാസികളാണ് നമുക്ക് സ്തോത്രമാണ് ആവശ്യം. If in the Old Testament they gave animals as sacrifice, this New Testament church has to give praises to God. എബ്രായർ 13:15-16 വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. Hebrews chapter 13 verses 14 and 15 we read. അതുകൊണ്ട് അവൻ മുഖാന്തരം ദൈവത്തിന് സ്തോത്രം എന്ന യാഗം അർപ്പിക്കുക. That we should bring to him praises and glory. നന്മ ചെയ്യുവാനും കൂട്ടായ്മ ആചരിപ്പാനും നാം മടി കാണിക്കരുത് എന്ന് കൂടി ഓർപ്പിച്ചുണർത്തുകയാണ്. And do not neglect doing good and sharing, for with such sacrifices God is pleased. അതുകൊണ്ട് അവൻ മുഖാന്തരം ദൈവത്തിന് ആദരഫലമെന്ന സ്തോത്രയാഗം ഇടവിടാതെ കണ്ടിന്യൂ ആയിട്ട് അർപ്പിക്കത്തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധമാ കൊതിക്കുന്നെന്ന് വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിക്കട്ടെ. And we should continually offer praises to God, and let us praise God. നാം അങ്ങോട്ട് നടന്നു പോകുന്നതെന്ന് ചിന്തിക്കുക. And suppose we are walking, നമ്മുടെ കാലൊന്ന് തട്ടി, and suppose we got ഉരുണ്ട് stumbled on the rock. ഉരുണ്ട് വീണല്ലോ, 4 സ്തോത്രം പറയരുതോ? Hallelujah. We did not fall, even though we got struck by a stone. Let us praise God for that. ഒന്ന് ഉരുണ്ട് വീണെന്ന് ചിന്തിക്കുക. പരസഹായം കൂടാതെ എന്നിട്ട് നടക്കാൻ പറ്റിയില്ലയോ? 4 സ്തോത്രം പറയരുതോ? And even you fell, you can still walk. Can you give praise to the Lord? Amen.
നിങ്ങൾ അടുപ്പത്തെ അല്പം പാല് കാച്ചാനായിട്ട് വെച്ചു. And suppose you're boiling some milk in the പാല് തിളച്ചു പോയി. And the milk boiled. അടുപ്പൊന്ന് വൃത്തിയാക്കാൻ പറ്റിയല്ലോ. 4 സ്തോത്രം പറഞ്ഞാട്ടെ. And God gave you the strength to clean the stove, and praise God for that. Praise the Lord. Amen. വിശ്വസിക്കുന്ന ദൈവമക്കൾ ദൈവത്തെ സ്തുതിക്കട്ടെ. Hallelujah. Praise the Lord. നിങ്ങളുടെ യാത്രയിൽ ഓരോ സെക്കൻഡിന്റെ സ്തോത്രം പറയുവാൻ തക്കണം ദൈവത്തിന്റെ പരിശുദ്ധമാക്കി കൊതിക്കുന്നു. And God is expecting you to be filled with the praises for Him in our life journey. ഞാൻ ആർക്കെങ്കിലും കൊടുക്കുവാനായിട്ട് കുറച്ച് പളങ്കു പാത്രങ്ങൾ വാങ്ങിച്ചുകൊണ്ടുവന്ന് ഗിഫ്റ്റ് കൊടുക്കാൻ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. I did bring some precious vessels to give gift to someone. എൻ്റെ ഭാര്യ അതൊന്ന് ഓപ്പൺ ചെയ്തപ്പോൾ അവിടെ കയ്യിൽ നിന്ന് അബദ്ധവശാൽ നിലത്ത് വീണു അങ്ങ് തവിട്ട് പൊടിയായി പോയി. And by mistake when my wife opened it fell down and broke off. പെട്ടെന്ന് ഓടിച്ചത് അയ്യോ മോളെ നിന്റെ കാല് മുറിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞ് 4 സ്തോത്രം പറയരുതോ? Like running to her, I should look at her feet and praise God that she did not get hurt. Praise the Lord. Amen. എൻ്റെ പ്രാക്ടിക്കൽ ലൈഫാണ് ഞാൻ ഓർപ്പിക്കുന്നത്. So reminding you about how to deal with these things practically. ദൈവത്തിന്റെ വലിയ വ്യക്തിപരമായ കുടുംബമായിട്ട് നിനക്കൊരു വലിയ സമാധാനം ലഭിക്കാനിടയായി തീരും. And then you will enjoy much peace as a family if you find ways to praise God. ഗ്ലാസ് പൊട്ടിയത് പോകട്ടെ, വേറെ നാളെ മേടിക്കാവുന്നേ. And it's okay for the glass to be broken off. We can buy different ones. ആകയാൽ ഇന്ന് പകൽ സമയം ദൈവമക്കൾ അല്പസമയം ദൈവത്തിന് സ്തോത്രം ചെയ്യുക. So for this morning, children of God, take some time to praise God. നിങ്ങളുടെ വിരലുകൾ ചലിക്കുമ്പോൾ കണ്ണിന്റെ ശക്തി, പവർ ഓർത്ത്, ബുദ്ധിയുടെ പ്രകാശം ഓർത്ത്, ആലോചന ഓർത്ത് പ്രൈസ് ദി ലോർഡ്. പല സഹായം കൂടാതെ ചുവട്ടടി മുൻപോട്ട് വയ്ക്കാൻ തക്കണം ദൈവം കൃപയായ ദൈവികമാകുന്ന വിശ്വസ്തകളും ദൈവത്തിൻ്റെതാകുന്ന ശ്രേഷ്ഠതകളും ഓർത്ത് അല്പസമയം എല്ലാവരും സ്തോത്രം ചെയ്താട്ടെ. Hallelujah. When your സ്തോത്രം hands സ്തോത്രം move, സ്തോത്രം 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 ദൈവത്തെ സ്തുതിക്കാം. സ്തോത്രം 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 വാദം ദൈവത്തെ സ്തുതിച്ചാട്ടെ. സ്തോത്രത്തിന് കവിഞ്ഞിരുന്നാട്ടെ. സ്തോത്രം 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 അർത്ഥാഭാര വൈധാരാജ അന്യഭാഷ ദൈവത്തെ സ്തുതിക്കട്ടെ. സ്തോത്രത്തിൽ കവിഞ്ഞിരിക്കട്ടെ. ആത്മാവിൽ ആരാധിക്കട്ടെ. ഇരുണ്ട ഘട്ടങ്ങൾ മാറട്ടെ. സ്തോത്രം 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 അർത്ഥാഭാര വൈധാരാജ വടകാരാജ വൈധാരാജ റീഗ ബാബ 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 രഗഡഗലഗജല ഹല്ലേലൂയ 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 Hallelujah. പ്രൈസ് ദി ലോർഡ്. Amen. Thank you, Lord. നിങ്ങളെ പുതുതായിട്ട് വാങ്ങിച്ച ആ സ്പോട്ട് ദിവാസിനെ കൊണ്ട് കാണിച്ചു. So you showed the newly bought or the property. Pastor saw that. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പേരിൽ ഇന്നോ തെലുങ്ക് സർവീസ് നടക്കുന്ന നാമല്ല, വിവിധ സർവീസുകൾ വിവിധ ഭാഷകൾ നടക്കത്തണം. ദൈവത്തിന്റെ ആത്മാവ് ഇതിനകത്തൊരു ക്രിയ ചെയ്യുമെന്ന് ഇന്ന് കടന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ദൈവത്തെ സ്തുതിക്കട്ടെ. Hallelujah. I believe that it is not just Telugu language but multiple language worships will happen in that property. Those who believe give praise to the Lord. Hallelujah. ഈ 29-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ ശബ്ദത്തിന്റെ മഹിമയെ കുറിച്ച് അവിടെ ഓർപ്പിക്കുന്നു. And in Psalms 29 itself it talks about the mightiness of God's voice. നിങ്ങൾ എന്നോട് ചേർന്ന് പ്രസ്താവിക്കുക. No, declare it with me. എന്നോട് ചേർന്ന് നിങ്ങളും പറയണം. Would you please proclaim with me? യഹോവയുടെ ശബ്ദം പറഞ്ഞാട്ടെ. യഹോവയുടെ ശബ്ദം. The sound of the voice of the Lord. വെള്ളത്തിന്മീതെ മുഴങ്ങുന്നു. And his sound. യഹോവയുടെ ശബ്ദം. യഹോവയുടെ ശബ്ദം. ശക്തിയോടെ മുഴങ്ങുന്നു. ശക്തിയോടെ മുഴങ്ങുന്നു. യഹോവയുടെ ശബ്ദം. The voice of the Lord. മഹിമയോടെ മുഴങ്ങുന്നു. Upon the water. യഹോവയുടെ ശബ്ദം. The voice of the Lord. ദേവദാരുക്കളെ തകർക്കുന്നു. And it will break the യഹോവയുടെ ശബ്ദം. The sound of the Lord. അഗ്നിജാലകളെ ചിന്നിക്കുന്നു. And it will break the യഹോവയുടെ ശബ്ദം. The sound മരുഭൂമിയെ നടുക്കുന്നു. Amen. യഹോവയുടെ ശബ്ദം യഹോവയുടെ ശബ്ദം മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്നു. ദൈവത്തെ മഹത്വപ്പെടുത്തിക്കാട്ടെ. ഹല്ലേലൂയ. ഓശകബറമന ഹതുബാരഗദഗലഗദഗജല അന്തുജാലഗാരഗദബാല വൗശമനഗദഗജല. ഈ ശബ്ദത്തിന്റെ ദൈവത്തിന്റെ ശബ്ദത്തിന്റെ മഹിമയോട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. Praise God for the mightiness of the voice of the Lord. പ്രവാചകനാകുന്ന ദാനിയേൽ പറയുന്നു അവന്റെ ശബ്ദം ഒരു മഹാപുരുഷാരത്തിന്റെ ആരവം പോലെ. And the prophet Daniel says his voice is like the voice of the crowd. വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാൻ ഓർപ്പിക്കുന്നു അവന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ. John reminds us that his voice is like the sound of a
mighty army. നമ്മൾ പാട്ടിൽ പാടുന്നുണ്ട്, ഗംഭീരമായി മുഴങ്ങിടും വൻപിച്ച സമുദ്രം തമ്പുരാന്റെ വാക്കിന് കീഴ്പ്പെടും പകേശ എന്ന് പാടുന്നുണ്ടല്ലോ. We sing that, like even the big ocean surrendered to the voice of our Lord. ഈ ശബ്ദത്തിന് മുൻപാകെ നമ്മൾ നെടുമ്പാട് വിടുകിടന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുക. ദൈവം എല്ലാ മണ്ഡലങ്ങളിലും യുദ്ധം ചെയ്തു കൊള്ളുമെന്ന് വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിക്കട്ടെ. If we will fall down to the voice of the Lord will fight the battles in unseen realms for you. 1 Thessalonians 1:4 വായിക്കുന്നു, ഞങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. And 1 Thessalonians we read that we praise God for all of you. അങ്ങനെ എല്ലാവർക്കും വേണ്ടി എപ്പോഴും സ്തോത്രം ചെയ്യുവാൻ തങ്ങളെ എപ്പോഴും സാധിച്ചു എന്ന് വരികയില്ല. And sometimes we may not be able to praise God for everyone. അതുകൊണ്ടാണ് ഫിലിപ്പിയർ 1:6 വായിക്കുന്നു, ഞാൻ നിങ്ങളെ ഓർക്കുമ്പോഴൊക്കെയും എന്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. That's why in the book of Philippians we read, I praise God every time I remember about you. വ്യക്തികളെ ഓർക്കണമെങ്കിൽ പ്രാർത്ഥന നമുക്ക് ആവശ്യമാണ്. If you have to remember people, you have to have a prayer life. ഞാൻ നിങ്ങളെ ഓർക്കുമ്പോഴൊക്കെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു എന്ന് ഓർപ്പിച്ചാൽ കാണുമ്പോൾ എത്ര സ്തോത്രം പറയണം. If we remember someone, if we have to praise God, when you see someone, how much praise you have to give. Praise the Lord. Amen. 4 പേർ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുക. 4 people are sitting in prayer. ഇത് 3 പേര് ചുമയ്ക്കുന്നതെന്ന് വെച്ചു. And 3 of them are coughing. Praise the Lord. ആ ബാധ നിന്റെ യേശത്തിൽ നിന്ന്. And even that sickness will not come to you. കടന്നു വിശ്വസിക്കണം. But you have to have that level of faith. ഇത് എനിക്ക് വേണ്ട, നിനക്ക് ദൈവം സൗഖ്യം തരട്ടെ എന്ന് പറഞ്ഞാൽ മതി. And you just claim that I don't need that sickness, that Lord will heal you as well. അത്രയും പറയണം, ഇത് എനിക്ക് വേണ്ട, നിനക്ക് ദൈവം സൗഖ്യം തരട്ടെ. And you just have to claim that I don't need this sickness, but may God heal you. നിങ്ങൾ വിശ്വസിച്ച് പറഞ്ഞാൽ ദൈവാത്മാവ് ചെയ്യും. Hallelujah. If you believe, the Lord's Spirit will do it. ഈ കോവിഡ് കാലഘട്ടത്തിൽ ഇപ്പോൾ ഞാൻ ഏത് നിലയിൽ നിൽക്കുന്നു അതേ നിലയിൽ 4 വർഷം യാത്ര ചെയ്തുവാനാ. And even during the COVID times, God gave me the health to travel just as with good health as I am today. വിശ്വാസാൽ ദൈവത്തെ സ്തുതിക്കാം. Hallelujah. Let us praise God with that faith. അതുകൊണ്ട് എല്ലാവരും അങ്ങനെ ചെയ്യണമെന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. I'm not telling you that when someone is sick that you have to travel like that. കോവിഡ് സമയത്ത് എൻ്റെ ഇളയ മകളെ കുടുംബമായിട്ട് ഭവനത്തിൽ ചില ആഴ്ചകളുണ്ടായിരുന്നു. And during COVID time, my youngest daughter was at home with the children. ഇളയ മോക്കും മരുമോനും ഇളയൊരു കുഞ്ഞിനും കോവിഡിന്റെ പ്രയാസം വന്നു. And my daughter and son-in-law and the child had COVID. ഞാൻ ഇളയ മോളുമായിട്ട് അടുത്ത് നിൽക്കുകയാണ്. And I was dealing closely with my daughter. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, അയ്യോ പപ്പ ഇപ്പോൾ എൻ്റെ അടുത്ത് നിൽക്കില്ലെന്ന് പറഞ്ഞു. And my daughter said, Papa, don't come near to me. ഞാൻ അവളോട് പറഞ്ഞു, മോളെ ഈ വീട് മൊത്തം രോഗാണ് പാടി. Like a daughter, this house is full of germs. ഇതിനകത്താടി ദൈവം നടത്തുന്നേ. But the Lord will lead me through this. നിങ്ങൾ വിശ്വാസത്തിന്റെ വാക്കുകൾ പറയുക. Start claiming the words of faith. സ്തോത്രത്തിനകത്തൊന്ന് കവിഞ്ഞിരിക്കുക. Hallelujah. And be filled with the praises in your mouth. ദൈവാത്മാവ് ക്രിയ ചെയ്യും. And the Lord's Spirit will work. വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിക്കട്ടെ. Hallelujah. ഒന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. ഫിലിപ്പിയർ 4:6 ഇങ്ങനെ വായിക്കുന്നു, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടുത്തി എല്ലാത്തിലും പ്രാർത്ഥന അപേക്ഷിച്ചാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോട് കൂടെ ദൈവത്തോട് അറിയിക്കത്ര വേണ്ടത്. Be careful for nothing, but in everything by prayer and supplication with thanksgiving let your request be made unto God. അവിടെ സ്തോത്രത്തോട് കൂടെ എന്നുള്ള വാക്ക് മാറ്റിയാലും സെന്റൻസ് ക്ലിയർ ആണ്. എന്നാൽ നമ്മൾ ഒന്ന് മനസ്സിലാക്കുക, ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുകയാണ് സ്തോത്രത്തോട് കൂടെ. Even if there is no word like with thanksgiving, the sentence will be complete. But remember that the Lord's Spirit added with thanksgiving make your needs known to God. നമ്മൾ പരമാർത്ഥമായിട്ട് നമ്മുടെ പ്രാർത്ഥനയ്ക്കകത്ത്, പ്രസംഗത്തിനകത്ത്, രഹസ്യ പ്രാർത്ഥന, പരസ്യ പ്രാർത്ഥന എല്ലാ മണ്ഡലങ്ങളിലും ഇതിനകത്ത് സ്തോത്രം എന്നുള്ളതായ ഒരു മുദ്ര പതിഞ്ഞാല് സ്വർഗീയമാകുന്ന സീൽ അതിനകത്ത് വരത്തുള്ളൂ. വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിക്കട്ടെ. When we approach the Lord with thanksgiving in our heart, let it be our personal prayer or public prayer or speech or whatever, it has to be with the praises in our mouth. പല വാക്യങ്ങൾ ഓർപ്പിക്കാണ്ടെങ്കിൽ ചില വാക്യങ്ങൾ ഞാൻ കട്ട് ചെയ്തു ഒറ്റ വാക്യം കൂടി ആ വിഷയത്തിൽ ഓർപ്പിക്കുന്നു. Let me just remind you one more word. 2 കൊരിന്ത്യർ 9:15 വായിക്കുന്നു. 2 Corinthians 9:15 we read, പറഞ്ഞു തീരാത്ത ദാന നിമിത്തം എൻ്റെ ദൈവത്തിന് സ്തോത്രം. Thanks be unto God for
his unspeakable gifts. Praise the Lord. എന്താണ് പറഞ്ഞു തീരാത്ത ദാനം? What is his unspeakable gift? പറഞ്ഞു തീരാത്ത ദാന നിമിത്തം ദൈവത്തിന് സ്തോത്രം. And thanks be unto God for his unspeakable gift. ഈ പറഞ്ഞു തീരാത്ത ദാനമാണ് പിതാവ് നമുക്ക് പുത്രനെ തന്നു. Oh, this unspeakable gift is that Father God gave his son to us. പുത്രൻ നമുക്ക് വേണ്ടി അടയ്ക്കുന്ന മധ്യസ്ഥ വഹിക്കുന്നത് കൊണ്ട് ദൈവത്തിന്റെ വയതിലെ നമ്മളെ പിതാവായ ദൈവത്തിന് സ്തോത്രം അർപ്പിച്ചുകൊണ്ടിരിക്കുവാൻ, സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുവാൻ, സ്തോത്രത്തിൽ കവിഞ്ഞിരിപ്പാൻ ദൈവാത്മാവിച്ചിരിക്കുന്നു. Praise the Lord. Hallelujah. Hallelujah. We have a mediator between Father and us. We have to give praises to God. അല്പസമയ കരങ്ങൾ ഇടിച്ചൊന്ന് സ്തോത്രത്തിൽ കവിഞ്ഞിരുന്നാട്ടെ. സ്തോത്രം 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 സ്തോത്രം. സൗഖ്യത്തിനായി സ്തോത്രം, കുരുമാർഗനായി സ്തോത്രം സ്തോത്രം, അസ്വസ്ഥമാർഗനായി സ്തോത്രം, രോഗസൗഖ്യം തന്നതിനായി സ്തോത്രം, ഇരുണ്ട ഘട്ടങ്ങളെ മാറ്റിയതിനായി സ്തോത്രം, അസ്ഥിസന്ധികളെ ഞാടി നിർമ്മങ്ങളെ ബലപ്പെടുത്തിയതിനായി സ്തോത്രം, പ്രതികൂല ശക്തികളെ മാറ്റിയതിനായി സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. Praise God, praise God. Hallelujah. അപ്പൊ ദൈവത്തിന് മഹത്വം കൊടുക്കാന്ന് പറഞ്ഞാൽ സ്തോത്രത്തിനകത്തൊക്കെ കവിഞ്ഞിരിക്കുക. So when we give glory to God, that means our hearts and mouths be filled with praises. അത് മനസ്സിലായോ? ദൈവത്തെ സ്തുതിക്കട്ടെ. Praise the Lord. Hallelujah. ഇനി നമ്മൾ ദൈവത്തിന് ശക്തി കൊടുക്കാൻ പോവുകയാണ്. And now we are going to give God strength. നമ്മുടെ ശക്തി ദൈവത്തിന് വേണോ? Does God need our strength? ദൈവം സർവശക്തനാണ്, സർവ്വവ്യാപിയാണ്, സർവജ്ഞനാണ്. പിന്നീട് നമ്മൾ നിർവഹിച്ചു വല്ല രാജാതി രാജാവ്, കർത്താതി കർത്താവ്, അടുത്ത് കൂടത്തെ വെളിച്ചത്തിൽ വസിക്കുന്ന അജ്ഞാനക്കൊത്ത കണ്ണോടുവൻ, അങ്ങനെ അനേകം നിർവചനങ്ങൾ നമുക്ക് ഓർപ്പിക്കാൻ സാധിക്കും. God is almighty, omnipotent, potent, and he is everywhere, and he is the King of kings and the Lord of lords, and all these qualities God possesses. ദൈവത്തിന് നാമപ്രകാരം ഈ ദൈവത്തിന് നമ്മൾ ശക്തി കൊടുക്കുവാൻ, and to this mighty God, do we need to give strength? നമ്മുടെ ശക്തി ദൈവത്തിന് വേണോ? No, what does God need our strength for? എന്തെങ്കിലും ഒന്ന് പറഞ്ഞാട്ടെ. ഞാൻ പറഞ്ഞുകൊണ്ട് വേണോ നിങ്ങളങ്ങ് പറയും. If you think about it, does God really need our strength? അപ്പോസ്തലർ 4:13 നോക്കുക. Acts chapter 4 verse 13. നോക്കാം. അവർ പത്രോസിന്റെ യോഹന്നാന്റെ ധൈര്യം കാണുകയാലും ഇവർ സാമാന്യരായ വിദ്യാഭ്യാസമില്ലാത്ത പഠിപ്പില്ലാത്ത മനുഷ്യരെ ഗ്രഹിക്കാനും ആശ്ചര്യപ്പെട്ടു. Now when they saw the boldness of Peter and John and perceived that they were unlearned and ignorant men, they marveled. എന്നാൽ ഈ ധൈര്യം ഇവർക്ക് എവിടെ നിന്ന് കിട്ടി? And where did Peter and John got this boldness from? അവർ യേശുവിനോട് കൂടെയുള്ളവരായിരുന്നു. Because they were with Jesus. എൻ്റെ ദൈവത്തിന്റെ പൈതലേ, നാം ആരും വലിയ ധൈര്യശാലികളെ, എന്നാൽ ദൈവം നമ്മോട് കൂടെ ഉള്ളത് കൊണ്ടാണ് അതാത് സമയത്ത് ഒരു ബലവും ധൈര്യവും നമുക്ക് ദൈവം നൽകി തരികയും തക്ക സമയത്ത് വേണ്ട വാക്ക് പരിശുദ്ധാത്മാവ് നമ്മുടെ നാവിൽ തന്നെ, നമ്മുടെ ഹൃദയത്തിൽ തന്നെ വേണ്ടുന്നിടത്ത് വേണ്ടുമണ്ണം കാര്യങ്ങൾ ചെയ്യത്തക്കൊണ്ട് ഒരു കൃപ നൽകി തന്നെ പരിപാലിക്കുന്ന ദൈവാത്മാവിന്റെ പവിത്രത ഓർത്ത് ദൈവമക്കൾ ദൈവത്തെ സ്തുതിക്കട്ടെ. Hallelujah, children of God, not because of our might or boldness, but it is because of the grace of Lord that he will give us what you need to say at the right time and in the right place. And let us praise God for that favor. Praise the Lord. Amen. അപ്പോസ്തലർ 4:18 മുതലുള്ള വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു. In Acts chapter 4 verse 18 onwards we read, പിന്നെ അവരെ വിളിച്ചിട്ട് യേശുവിന്റെ നാമത്തിൽ അശേഷം സംസാരിക്കരുത്, ഉപദേശിക്കരുതെന്ന് കൽപ്പിച്ചു. അതിന് പത്രോസും യോഹന്നാനും, ദൈവത്തെക്കാൾ നിങ്ങളെ അനുസരിക്കുന്ന ദൈവത്തിന് മുൻപാകെ ന്യായമോ എന്ന് നിങ്ങൾ വിധിപ്പിൻ. ഞങ്ങൾ കണ്ടും കേട്ടുമിരിക്കുന്ന പ്രസ്താവിക്കാതിരിക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നതുമല്ല എന്ന് പറഞ്ഞു. Hallelujah. When they warned, like the disciples not to speak to them in the name of Jesus, they said that, like Peter and John answered them, whether it be right in the sight of God to hearken unto you more than unto God, judge all of you, but we cannot stop speaking in that name. നോക്കാ, പുരോഹിതന്മാരെ, പടനായകരെ, സദൂക്യരെ, ഇവരൊക്കെ ഈ ദൈവദാസന്മാരെ തർജ്ജനം ചെയ്യുമ്പോൾ അവർ പറയുകയാണ് യേശുവിന്റെ നാമത്തിൽ പ്രസംഗിക്കരുതെന്ന് പറഞ്ഞപ്പോൾ അവർ പറയുന്ന വാക്ക് നോക്കുക, ദൈവത്തെക്കാൾ അധികം. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നീയൊക്കെ നിന്റെ പോക്കിനോ എൻ്റെ ദൈവം വലിയവൻ. Amen, amen. When they were, all the leaders were warning them not to speak in Jesus' name, they said, is it better for us to listen to you or to listen to God? That you mind your own business, we will continue to speak in Jesus' name. ദൈവത്തെക്കാൾ അധികം നിങ്ങളെ അനുസരിക്കാൻ ന്യായമോ എന്ന് നിങ്ങൾ വിധിപ്പീൻ. They said, judge, like today, whether obeying God is more important or obeying you. ഇവിടെ ആർക്ക് ശക്തി കൊടുക്കുക? Here, who are they giving power, strength to? മനസ്സിലായ ഒരു ദൈവത്തെ സ്തുതിക്കട്ടെ. Amen.
ഇവര് ദൈവത്തിന് ശക്തി കൊടുക്കുകയാണ്. Praise the Lord. Here now they are giving the strength to the Lord. നോക്ക, ദൈവത്തെക്കാളധികം നിങ്ങളെ അനുസരിക്കും ദൈവത്തിന്റെ മകൻ ന്യായമോ എന്ന് പറയുമ്പോൾ അവർ ദൈവത്തിന് ശക്തി കൊടുക്കുക എന്ന് വെച്ചാൽ ദൈവത്തെ അങ്ങ് ഉയർത്തിപ്പിടിക്കുക. Hallelujah. They are, like exalting the strength of the Lord when they are declaring to the leaders that it is better to obey God than obeying you. നിങ്ങളുടെ ജോലി സ്ഥാനത്തെ ശുശ്രൂഷ വേദികളിൽ യാത്രകളൊക്കെ ദൈവത്തെ ഉയർത്തുമെങ്കിൽ ദൈവം നിങ്ങളെ കൈവിടുകയില്ല. Hallelujah. If you would exalt Jesus in your workplaces and wherever you are, God will not leave you or forsake you. എന്റെ പ്ലെയിൻ യാത്രയ്ക്കകത്ത് അനേകരോട് ഞാൻ സുവിശേഷം അറിയിച്ചിട്ടുണ്ട്. During my flight journey, I'll share gospel to people. ലാംഗ്വേജ് ഒക്കെ അല്പം കുറവാണ്, പക്ഷേ ഈ മലയാളം ബൈബിൾ ഞാൻ തുറന്ന് വായിക്കും. And even though my language is limited, I will open the Malayalam Bible and read. അടുത്തിരിക്കുന്ന വ്യക്തി ശ്രദ്ധിക്കുന്നെങ്കിൽ ഞാൻ അവനോട് സുവിശേഷം പറയും. And if the person next to me, if they pay attention, I'll start speaking, sharing gospel. ദൈവം തരുന്ന കൃപയ്ക്കൊത്തവണ്ണം അത് പ്രസ്താവിക്കും. And according to the grace that is given to me, I will share this gospel to them. ഇന്ന് പകൽ ദൈവത്തിന്റെ വിശ്വസ്തയോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾ ദൈവത്തെ ഉയർത്തുക. ദൈവം നിങ്ങളെ ജീവകാലത്ത് ഒരിക്കലും കൈവിടുകയില്ല. Hallelujah. If you exalt Jesus, he will not forsake you. He will exalt you as well. 1 ശമൂവേൽ 17:45 മുതൽ വായിക്കുന്നു. For Samuel 17 verse 45 onwards we read. ദാവീദ് ഫിലിസ്ത്യനോട് പറഞ്ഞത്, നീ വാളും കുന്തവും വേലുമായി എന്റെ നേരെ വരുന്നു, ഞാനോ നീ നിന്നിച്ചിരിക്കുന്ന ഇസ്രായേൽ നിരകളുടെ ദൈവമായ സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തിൽ നിന്റെ നേരെ വരുന്നു. David to Philistine, you come to me with a sword and with a spear and a shield, but I come to you in the name of the Lord of hosts, the God of the armies of Israel. ഗോലിയാത്ത് ബുള്ളറ്റ് പ്രൂഫിൽ നിൽക്കുന്ന ദാവീദിന് വിഷയമല്ല, എന്റെ ദൈവം ജീവിക്കുന്നു, എന്റെ ദൈവത്തെ പോലെ വലിയൊരു ദൈവമില്ലെന്ന് ദൈവത്തിന്റെ പ്രതിനാകുന്ന ദാവീദ് പ്രസ്താവിക്കുകയാണ്. The giant Goliath in bulletproof is not a matter to King David. He is coming in the name of the mighty Lord. ഓ, ദൈവം വാൾ കൊണ്ട് കുന്തങ്ങളല്ല രക്ഷിക്കുന്നത്. God does not say with the sword or the spear. ഇന്ന് ഞാൻ നിന്റെ തല ഛേദിക്കും. Hallelujah. I will take your head away today, David said. ഇസ്രായേലിൽ ഒരു ദൈവമുണ്ടെന്ന് ലോകം അറിയുവാനിടയായി തീരും. And the whole world will know that there is a God, Jehovah for Israel. ദാവീദ് ഒരു കല്ലെടുത്തെറിഞ്ഞപ്പോൾ ഗോലിയാത്തിന്റെ പിരിനെറ്റിക്ക് അത് കൊള്ളുവാനും ഗോലിയാത്ത് ദൈവത്തിന്റെ ബദലെ മലന്നല വീണത് കവന്ന് വീണു. And when David when he threw a stone in his face on the head of the giant, and he fell down not backwards but forward. കാരണം യുദ്ധം ചെയ്ത ദൈവമാണ്. Because it's the Lord who fought. സങ്കീർത്തനം 72:9. Psalm 72 verse 9. മരുഭൂമിയിൽ വസിക്കുന്നവർ അവന്റെ മുൻപിൽ വണങ്ങട്ടെ. They that dwell in the wilderness shall bow before him. അവന്റെ ശത്രുക്കൾ പൊടിമണ്ണുമാക്കട്ടെ. And his enemies shall lick the dust. ഓ, ശത്രുവായ ഗോലിയാത്ത് പൊടിമണ്ണുമാക്കണമെങ്കിൽ കവന്ന് തന്നെ വീഴണം. And if the enemy has to lick the dust, they have to fall forward. ഏറു തിരിതെറ്റിക്കൊണ്ടുപോൽ മലന്നാ വീഴണത്. എന്താ ദൈവാത്മാവ് വാസ്തവമായിട്ട് അവനെ വട്ടം കറക്കിയ മണ്ണുമക്കത്തക്കൊണ്ണം പ്രവർത്തിച്ചു. Hallelujah. When a stone comes at your forehead, you should naturally fall backwards, but in order for this promise to come true, God made him come forward. കാര്യം ദൈവം വലിയവനെന്ന് വെളിപ്പെടുത്തണമെങ്കിൽ ശത്രുവിന്റെ തല നീ വെട്ടത്തക്കൊണ്ണം ദൈവാത്മാവിന്റെ കരുത്തിലെടുക്കും. Hallelujah. If you have to declare your Lord is great, God will deal with your enemies. നിന്നെ തകർക്കുന്ന, നിന്നെ ഞെരുക്കുന്ന, നിന്നെ ഇല്ലായ്മ ചെയ്യുന്ന ചില ശത്രുവെ ദൈവാത്മാവ് ഇന്ന് പകൽ സമയം വെട്ടി മാറ്റുമെന്ന് വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിക്കട്ടെ. The Lord will remove your enemies inside of you. Praise the Lord. Amen. ദാനിയേൽ പ്രവചനത്തിൽ വായിക്കുന്ന 3:15 മുതൽ ഇപ്പോൾ കാഹളം, കുഴൽ, തമ്പുരു, കിന്നരം, വീണ, നാഗസ്വരം ഈ വാദ്യമേളങ്ങൾ വീട്ടുന്ന സമയത്ത് ഞാൻ നിർത്തിയിരിക്കുന്ന ബിംബത്തെ വീണ് നമസ്കരിപ്പാൻ ഒരുങ്ങിയിരുന്നാൽ നന്നേ. നമസ്കരിക്കാതെ ഇരുന്നാലോ ഈ നാഴികയിൽ തന്നെ നിങ്ങളെ എരിയുന്ന തീച്ചുള്ളിൽ ഇട്ടുകളയും. നിങ്ങളെ എൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കാവും ദേവനാണ്. If you all be ready that at what time when you hear the sound of all these instruments, that if you would fall down and worship him, you will be saved. You will save yourself, otherwise you will be destroyed. നമുക്കറിയാം ഈ കാര്യത്തിൽ ഉത്തരം പറയാൻ സാധ്യമല്ല. ഞങ്ങൾ സേവിക്കുന്ന, ഞങ്ങൾ വിശ്വസിക്കുന്ന, ഞങ്ങൾ ആരാധിക്കുന്ന ഞങ്ങളുടെ ദൈവം വലിയവനാണ്. ആ ദൈവത്തെ ഞങ്ങൾ ഉയർത്തുന്നു. ശത്രു ജയിക്കയില്ല. എൻ്റെ ദൈവം എൻ്റെ ദൈവം. Hallelujah. They said, we don't need to answer King Nebuchadnezzar in this matter. In verse 16, they say that, we don't serve the idol that you place, but we will only serve the living God. Praise the Lord. Amen. ഞാൻ മക്കളെ നിർത്തുന്നു.
Now I want to conclude my words. ഇന്ന് പകൽ ദൈവത്തിന് മഹത്വം കൊടുക്കാന്ന് വെച്ചാൽ സ്തോത്രത്തിൽ കവിഞ്ഞിരിക്കുക. So when we say, give glory to God, that means, we be filled with the praises of Him. ദൈവത്തിന് ശക്തി കൊടുക്കാന്ന് വെച്ചാൽ ദൈവത്തെ ഉയർത്തിപ്പിടിക്കുക. When we say that give strength to the Lord, that means you exalt your Lord. ഈ രണ്ട് കാര്യം നിങ്ങൾ ചെയ്യുമ്പോൾ, when you do these two things, ദൈവം നമുക്ക് ശക്തി തരും. and God will give you strength. ദൈവം നമുക്ക് ബലം തരും. God will give you power. ഒരിക്കലും ലഭിക്കാത്ത സമാധാന ദൈവം തരും. And He will fill you with peace. ദൈവം ചില അനുഗ്രഹങ്ങൾ നമുക്ക് തരും. And He will give you some blessings. മനസ്സിലായവർ മാത്രം ദൈവത്തെ സ്തുതിക്കുക. Hallelujah. Praise the Lord. Praise the Lord. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അനുഗ്രഹമായി ട്രാൻസ്ലേറ്റ് ചെയ്ത കർത്താവിന്റെ ദാസി പ്രിയ മിനി തന്റെ സിസ്റ്ററിനോട് എന്നെ നന്ദി അറിയിക്കുന്നു. നിങ്ങൾ എല്ലാവരോടും ഒരിക്കൽ കൂടി എന്നെ നന്ദി അറിയിക്കുന്നു. നിങ്ങളുടെ എല്ലാവരെയും മുഖം കാണുവാനും ദൈവത്തെ സ്തുതിപ്പാനും ദൈവോത്സരത്തെ ഒരുക്കി തന്നുവല്ലോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യഥാർത്ഥത്തിൽ ഇതിനകത്ത് സൃഷ്ടിക്ക് ഇത്രയും സമയമൊക്കെ ഒരുക്കി കർത്താവിൻ്റെ ദാസൻ പ്രൈസ് ദി ലോർഡ് എളിയനോട് കാണിച്ച പ്രിയ പാസ്റ്റർ സന്തോഷ് തര്യൻ പാസ്റ്ററോടും കുടുംബത്തോടും ഒന്നുകൂടി നന്ദി അറിയിക്കുന്നു. സഭയിലെ എല്ലാ ദൈവദാസന്മാരും എല്ലാ ദൈവജനം കടന്നു എല്ലാ പ്രിയപ്പെട്ടും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. നമുക്ക് ചേർന്ന് പാടാം. പ്രൈസ് ദി ലോർഡ്. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും എല്ലാവും എന്നെ യേശുവിനെ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും എല്ലാവും എന്റെ യേശുവിനെ. ഓ എൻ്റെ കർത്താവേ, എൻ്റെ യഹോവേ, നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. എൻ്റെ കർത്താവേ, എൻ്റെ യഹോവേ, നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവർ എനിക്ക് ശ്രേഷ്ഠന്മാർ തന്നെ. ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവർ എനിക്ക് ശ്രേഷ്ഠന്മാർ തന്നെ. ഓ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും ഹല്ലേലൂയ യേശുവിനെ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എന്റെ യേശുവിനെ. ഓ യേശു നല്ലവേ, അവൻ വല്ലവേ, അവൻ ദയയോ എന്നുമുള്ളതേ. ഓ യേശു നല്ലവേ, അവൻ വല്ലവേ, അവൻ ദയയോ എന്നുമുള്ളതേ. ഓ പെരുവെള്ളത്തെ ഇരച്ചിൽ പോലെ സ്തുതിച്ചിടുക അവന്റെ നാമം. ഓ പെരുവെള്ളത്തെ ഇരച്ചിൽ പോലെ സ്തുതിച്ചിടുക അവന്റെ നാമം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വവും മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിനെ. ഓ മഹത്വവും ജ്ഞാനവും സ്തോത്രവും ഓ ശക്തിയും ബലവും എന്റെ യേശുവിനെ. മഹത്വവും ശക്തിയും ബലവും എന്റെ യേശുവിനെ. ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എന്റെ യേശുവിനെ. മഹത്വവും ഹല്ലേലൂയ ശക്തിയും ബലവും എന്റെ യേശുവിനെ. ഹല്ലേലൂയ. കരമേൽക്കുന്ന ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. പ്രാർത്ഥനയോട് ഇന്ന് വൈകിട്ടത്തെ സെഷനിലും കടന്നു വരിക. ദൈവം നമ്മെ സഹായിക്കും. കർത്താവിന്റെ നാമത്തിൽ